എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലിരിക്കുന്ന സിസ്റ്റർ, ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളും ലാളിത്യത്തിന്റെ കോഴിക്കോടും അതിനുള്ള കേക്കുകളുമായി വീണ്ടും ഒരു ക്രിസ്മസ് നമ്മുടെ ഇടയിലേക്ക് വന്നെത്തി. ദൈവം ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. ദൈവം നമ്മളെ അറിയിച്ചതും അതാണ്. നമ്മളെ കാണാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ ഇരിക്കാനും ഒക്കെ ആയിട്ടാണ് ഉണ്ണീശോയായി ദൈവം തന്നെ ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും ആ സ്നേഹം പങ്കിടലിന്റെയും എന്താ പറയാ പരസ്പരമുള്ള ഐക്യത്തിനും സ്നേഹത്തിനുമൊക്കെ ഓരോരുത്തർക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കും ചെയ്യാൻ കഴിയട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലേക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ഇടയിലേക്ക് നമുക്ക് ഗസ്റ്റായിട്ട് നമ്മുടെ ചേച്ചിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കും കൂടി ഒന്ന് വെൽക്കം പറഞ്ഞിരിക്കുന്നു. Ci sono gli amici della signora Elsa. Vi invitiamo nel nostro programma, vi auguriamo anche se in ritardo buon Natale. Benvenuti nella nostra comunità. നമ്മുടെ പ്രസിഡന്റ് ആശ ചേച്ചിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ അടുത്തതായി ഗ്രീറ്റിംഗ് സ്പീച്ചിനായി അലക്സ് അച്ഛനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പള്ളിയിലെ വലിയ ദിവസമൊക്കെ നമ്മൾ കേട്ടതാണ് പള്ളിയിൽ വരുന്നത്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപ്പെടുകയാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവേരി വരെ കരകവിഞ്ഞൊഴുകിയ കരുതലാണ് ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സരസിൽ പറയാൻ പറ്റും. ഈശോയുടെ വലിയ സംരക്ഷണവും കരുതലും ഏറ്റവും ഭംഗിയായിട്ട് നാം കാണുന്നത് പെൺകുട്ടികളാണ്. ലളിതമായ സാഹചര്യങ്ങളെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മുടെ ഏറ്റവും ലളിതമായ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നൽകുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രവാസ ലോകത്തിലെ കൂട്ടായ്മ വളരെ വലിയ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ചേർത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്മസിന്റെ സന്തോഷം ഈ ദിവസം നമുക്ക് പങ്കുവയ്ക്കാൻ ദൈവം എല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ. Mi dispiace per parlare nella mia lingua perché non sono bravo in italiano. Mi dispiace. Perché vorrei എല്ലാവർക്കും buon Natale. നല്ലൊരു സ്പീച്ചായി അടുത്തതായി ഗ്രീറ്റിംഗ് സ്പീച്ചായി സിസ്റ്റർ സെറഫിനെ വിളിക്കുന്നു. Thank you for calling. പ്രിയമുട്ടുകാരെ, വേദിയിലിരിക്കുന്ന വികാരിയച്ച ആശ, എൻ്റെ സ്നേഹം നിറഞ്ഞ അമ്മച്ചിമാരെ, കൊച്ചുമക്കളെ, ഇത് ഞാനൊരു എന്താ പറയാ വന്നപ്പോൾ കയ്യിൽ പെട്ടുപോയതാണ്. ഇങ്ങനെ ഒരു ആശംസ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ നിങ്ങളെല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ക്രിസ്മസിന്റെ പൂർണ്ണതയിലായി. അതായത് കോൺവെന്റില് നമ്മളൊരു ക്രിസ്മസ് ആഘോഷിച്ചു, സ്കൂളിൽ വേറൊരു ക്രിസ്മസ് ആഘോഷിച്ചു. ഇവിടെ വന്നപ്പോൾ ഗംഭീര ക്രിസ്മസ്. ഇതിന്റെ ഉള്ളിലേക്ക് നോക്കി തന്നെ അറിയാൻ നമുക്ക് എന്താണ് ക്രിസ്മസ്. അതുകൊണ്ട് ഞാൻ ക്രിസ്മസിനെ കുറിച്ച് നിങ്ങളോട് അധികം പറയുന്നില്ല. പക്ഷെ ഒരു വാക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ
സമാധാനം. ഇത് ആരാണ് പറഞ്ഞത്? ആർക്കറിയാം? ഈ കൊച്ചുമക്കളെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? ഇത് ആരാ പറഞ്ഞത്? മാലാഖമാരാണ് പറഞ്ഞത് അല്ലെ? ആരോടാണ് പറഞ്ഞത്? ആട്ടിടയന്മാരോട് മാലാഖ പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ സംഭവം സംഭവിച്ചു കഴിഞ്ഞു. ക്രിസ്മസ് ശരിക്കും സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെയൊക്കെ മനസ്സ് എവിടെയാണ് ഇരിക്കണേ? ആർക്കറിയില്ലേ മനസ്സ് എവിടെ ഇരിക്കണേന്ന്? ആർക്കറിയില്ലേ മനസ്സ് എവിടെയാണ്? മനസ്സുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂമിയില് നമ്മളെ ഭൂമിയിലാണല്ലോ, ആരും സ്വർഗത്തിലായിരിക്കും. അപ്പോ നമ്മൾ ഭൂമിയിലായിരിക്കുന്ന നമ്മളുടെ നമുക്കൊക്കെ ദൈവം ഒരു മനസ്സ് വെച്ചിട്ടുണ്ട്. ആ മനസ്സ് ഒന്ന് തിരിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സമാധാനം കുത്തി നിറച്ചിട്ട് ഈശോ ജനിച്ചു. ഇനി ആ സമാധാനം അടുത്തൊരു വർഷം, അതായത് 2026 നമ്മൾ കളയാതെ നോക്കണം സമാധാനം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ചില ആൾക്കാര് ശരിയാണല്ലോ, കുറച്ച് സമാധാനമുള്ളൂ, അല്ലെങ്കിൽ നിറച്ച് സമാധാനം, ഫുള്ളായിട്ട് പേടി പുറത്തു പോകും, അതുപോലെയാണ് സമാധാനം. പക്ഷെ ഈ കിട്ടിയ സമാധാനം നമ്മൾ എല്ലാ ദിവസവും കളയാതെ സൂക്ഷിക്കണം. അത് ആർക്കാണ് കിട്ടുക എന്നുള്ളത് ഭൂമിയില് സന്മനസ്സുള്ളവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാവും. അതാണ് എനിക്ക് ഒരു മാലാഖ പറഞ്ഞു തന്നത്. അപ്പൊ ആ മാലാഖ പറഞ്ഞു തന്നതനുസരിച്ച് ആ ഒരു നിങ്ങളോട് ഞാൻ പറയുകയാണ്, എല്ലാവരും സന്മനസ്സുള്ളവരായി ഇനിയും എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ആവണം. കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ണികളില്ലാത്തവർക്ക് ഉണ്ണികളെ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ വീട്ടിലൊക്കെ ക്രിസ്മസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ദുഃഖമുള്ള ആൾക്കാർ മുതൽ ഏറ്റവും സന്തോഷമുള്ള ആൾ വരെ ഈ ക്രിസ്മസിൻ്റെതായ സന്തോഷവും സമാധാനവും അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. നന്ദി. അടുത്തതായി നമ്മുടെ കലാപരിപാടികളാണ്. അതിനൊരുങ്ങിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് റെഡിയായി സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. നമുക്ക് സമയം രാഗി ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. in particular